ഹലോ ഗായ്സ്, രാവിലെ തന്നെ നമ്മളിന്ന് അമ്പലത്തിൽ പോവാണ് കേട്ടോ. വേറെ എങ്ങുമല്ല, നമ്മുടെ ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ അമ്പലത്തിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഭഗവാനെ നന്നായിട്ട് തൊഴാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ രണ്ടാമത്തെ തവണയാണ് കേട്ടോ ഈ അമ്പലത്തിൽ വരുന്നത്. ഏകദേശം ഒരു 2 വർഷം മുമ്പാണ് ഇവിടെ വന്നത്. പക്ഷേ അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല, നമുക്ക് നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി. അത് കഴിഞ്ഞ് അവിടെ ഒരു മയിലിൻ്റെ കൂട് കണ്ടോ ഗൈസ്? അവിടെ മയിലുണ്ട്, ഒരു 3-4 മയിലുണ്ടായിരുന്നു. നമ്മൾ മുമ്പ് വന്നപ്പോൾ ഈ മയിലിനൊക്കെ നിറച്ചും മയിൽപ്പീലി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നിന്നിങ്ങനെ ആടുന്നത് നമുക്ക് കാണാമായിരുന്നു. പക്ഷേ ഇത്തവണ വന്നപ്പോൾ 3 മയിലേ ഉള്ളൂ. അതിനങ്ങനെ മയിൽപ്പീലി ഒന്നും കണ്ടില്ല ഗൈസ്. എന്തു പറ്റി എന്തോ. പിന്നെ അവിടെ അമ്പലക്കുളത്തിലൊക്കെ നമ്മൾ പോയി. കുളം നിറച്ചും വെള്ളമായിരുന്നു. അങ്ങനെ ഇറങ്ങിയൊന്നുമില്ല, കാരണം കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും കുഞ്ഞും അവിടെ ഓപ്പോസിറ്റ് ഒരു ചെറിയ അമ്പലമുണ്ട്, അവിടെയും പോയി തൊഴുതു ഗൈസ്. സത്യം പറഞ്ഞാൽ വെയിൽ കൊണ്ട് മുട്ടയിട്ടു, സഹിക്കാൻ പറ്റാത്ത വെയിൽ. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ. റെസ്റ്റല്ല, കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഗൈസ്. പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇന്ന് കുഞ്ഞിൻ്റെ പിറന്നാളായിരുന്നു. അപ്പം നമ്മൾ അതുകൊണ്ട് അമ്പലത്തിൽ പോകണം. അതുകൊണ്ടല്ല, അല്ലെങ്കിൽ നമ്മൾ പോകണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ഒരു സ്പെഷ്യൽ ഡേയും കൂടെ അല്ലേ. പിന്നെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ അവിടെ സൈഡിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ് കേട്ടോ. നമ്മൾ അടുത്തത് പോകുന്നത് ഇനി മണ്ണാറശാല അമ്പലത്തിലാണ് പോകുന്നത്. അവിടെയും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഗൈസ്. പക്ഷേ നമുക്ക് നന്നായിട്ട് അവിടെയും തൊഴാൻ പറ്റിയിട്ടുണ്ട്. കുഞ്ഞിനെയും കൊണ്ട് ആദ്യമായിട്ടാണ് മണ്ണാറശാല അമ്പലത്തിൽ പോകുന്നത്. കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മളൊന്ന് പോയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഗൈസ് പോകുന്നത്. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനോ എഡിറ്റിങ്ങോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും അറിയില്ല, കാരണം ഞാൻ എല്ലാം പഠിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കാണുന്നവരൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. പിന്നെ ഇവിടെ കാലൊക്കെ കഴുകി നമ്മൾ അമ്പലത്തിൽ കയറാൻ പോവാണ്. അമ്പലത്തിൽ തൊഴുന്നതിന് മുമ്പായിട്ട് കാല് കഴുകണമെന്നാണ് പറയണത് ഇവിടെ കുളത്തുനിന്ന്. അത് കഴിഞ്ഞ് വേറൊരു കുളത്തിലും കണ്ടു ഗൈസ്. ആ കാണുന്നതൊക്കെ കണ്ടോ? തേങ്ങ പൊന്തി കിടക്കുന്ന പോലെ ഇല്ലേ? പക്ഷെ അതൊന്നും തേങ്ങയല്ല കേട്ടോ, ആമയാണ്, ആമ. ഒരുപാട് ആമയുണ്ട് ആ കുളത്തിൽ. വലിയ വലിയ മീനുകളും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എല്ലാം തൊഴുത് ഇറങ്ങാൻ പോവാണ് ഗൈസ്. പിന്നെ അവിടെ നമ്മൾ ഉണ്ണിയപ്പവും പ്രസാദവും ഒക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് എന്താ വിശപ്പ്, സഹിക്കാൻ ഒട്ടും പറ്റായിരുന്നില്ല, ഭയങ്കര വിശപ്പായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ തന്നെ നിന്ന് നോക്കുമ്പോൾ അവിടെ നേരെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടൽ കാണാം. അവിടെ കയറി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി സൂപ്പർ ഫുഡായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ആ ഫുഡ്. നല്ല ഉഴുന്നുവടയും ദോശ, ഗ്രീൻ പീസ് കറി, പൊറോട്ട ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഫുഡൊക്കെയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മൾ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് നല്ല ഫ്രഷ് മാങ്ങയൊക്കെ കിട്ടി. ആ മാങ്ങയൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. മാങ്ങ, ചീര ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഓക്കെ ഗൈസ്, ടാറ്റാ, ബൈ ബൈ.